നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ വിചാരിച്ചതിലും മിടുക്കനാണ് ചന്ദ്രദാസ്. എന്നാലും ഇത്ര സാഹസികമായി പോലീസിനെ വെട്ടിച്ച് ടൈമിംഗ് തെറ്റിക്കാതെ നമ്മുടെ ഓപ്പറേഷൻ സക്സസ് ആക്കിയില്ലേ? ചന്ദ്രദാസ് നിരീക്ഷണത്തിലായിരുന്നു. വിവരങ്ങൾ എനിക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പറഞ്ഞ തുക മുഴുവനുണ്ട്, 2 lakhs. എനിവേ, നമുക്ക് വീണ്ടും കാണാം. ഈ മിഷൻ 100% സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് എനിക്കിനി ധൈര്യമായിട്ട് ചന്ദ്രദാസിന്റെ കാര്യം ബോസിനോട് അപ്രോച്ച് ചെയ്യാം. മാസത്തിൽ ഇങ്ങനത്തെ 1-2 ഓപ്പറേഷൻസ്, തൽക്കാലം അത് മതിയാവും. അറിഞ്ഞിട്ടും ചന്ദ്രദാസിന് പ്രയോജനമൊന്നുമില്ല. എന്നാലും ഞാൻ പറയാം, ഹസീം മരിക്കാർ. ആളെ UK-യില്. അവിടെ ഒരു ചെറിയ ഏവിയേഷൻ കിങ്ങാ. ശരി, ചന്ദ്രദാസ് പൊയ്ക്കോളൂ. പിന്നെ കാർ എടുത്തോളൂ. അത് സൗകര്യം പോലെ തിരിച്ചുകൊണ്ട് തന്നാ മതി. ഇത്രയും പണം കൊണ്ടുപോകുന്നതല്ലേ. ഒരു നന്ദി പറഞ്ഞ് ഇതിന്റെ വില ഞാൻ കളയുന്നില്ല. തൽക്കാലം ഞാനത് സ്വീകരിക്കുന്നതുമില്ല. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുള്ളതല്ലേ. കാണണം. നമ്മൾ എന്ത് ചെയ്യും? ആകെ ഈ വീട്ടിൽ ഇത്തിരി മനുഷ്യപ്പറ്റുണ്ടായിരുന്നത് ചന്ദ്രേട്ടനാ. ഇപ്പൊ ആ പ്രതീക്ഷയും പോയി. നീ ഇങ്ങനെ നിരാശപ്പെടാതെ, എല്ലാം ശരിയാവും. ഇനി എന്ന് ശരിയാവാനാ? കോഴിക്ക് കൊമ്പ് മുളയ്ക്കുന്ന കാലത്തോ? നീ ദേ നന്ദിതയെ കണ്ടില്ലേ? ചന്ദ്രന്റെ കാര്യത്തിൽ ഇവളല്ലേ ടെൻഷൻ അടിക്കണ്ടേ? നോക്ക്, ഇവളെത്ര ബോൾഡായിട്ടാ നിക്കുന്നേന്ന്. ബോൾഡായിട്ടാണോ കുറച്ചു മുമ്പ് എല്ലാം കെട്ടിപ്പറക്കി പോകാൻ തുടങ്ങിയത്? അപ്പൊ അങ്ങനെ തോന്നിയെന്നുള്ളത് സത്യം. പക്ഷേ ഞാനത് തിരുത്തിയല്ലോ. പുറത്തു പോയിട്ട് എന്താ കാര്യം? കുറെ കാലം മാറി നിന്നതിന്റെ സുഖം ഞാൻ അനുഭവിച്ചതല്ലേ. ഇനി ഏതായാലും അതില്ല. ഇറക്കി വിട്ടാലും ഞാൻ എങ്ങോട്ടും പോയില്ല. അകത്ത് നിന്ന് സമരം ചെയ്യാനാ എന്റെ തീരുമാനം. അതേടി, നീ പറഞ്ഞതാ ശരി. 5 കോഴിക്ക് 1/2 കാട സമം എന്നല്ലേ പ്രമാണം? നമുക്ക് അരക്കൈ നോക്കാം. എന്തിനാ അരക്കൈയാക്കുന്നത്? നമുക്കൊരു കൈ തന്നെ നോക്കാം. ജനനി, ദേ നോക്ക്. സുഖമല്ലേ മോളെ? അങ്ങനെ പോകുന്നു. ഇതാര്? ഫുലാൻ ദേവി ജനനി സേതുമാധവനോ?
നിന്നെ ഇപ്പൊ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? നിന്റെ ഇടപാടൊക്കെ തീർത്ത് ഇവിടെ ഇറക്കി വിട്ടതല്ലേ? അങ്ങനെ തീർത്താ തീരുന്നതാണോ നമ്മൾ തമ്മിലുള്ള ഇടപാട്? നമ്മൾ തമ്മിൽ എന്തിടപാടാടി? മാണിക്യമംഗലത്തെ വിശ്വനാഥ മുതലാളി ഇത്ര പെട്ടെന്ന് മറന്നുപോയോ നമ്മൾ തമ്മിലുള്ള തീർത്താ തീരാത്ത ഇടപാടുകൾ? നിർത്തടി. കുടുംബത്തിൽ കയറി വന്ന് നാവിട്ടലയ്ക്കുന്നു. അരിഞ്ഞ് ഞാൻ ഉപ്പിലിടും. ഒരു പെണ്ണിന്റെ നാവരിഞ്ഞ പകരം 1000 നാവുകൾ കിളിർത്തു വരും. വിപ്ലവം. നീ എന്താടി എത്ര കിട്ടിയാലും നന്നാവാത്തത്? കാശിയിൽ പോയി കാഷായം ചുറ്റി 150 നാൾ നോമ്പ് നോറ്റ് മൺകുടത്തിൽ ആത്മാവിനെ ആവാഹിച്ച് അഹോരമന്ത്രം ചൊല്ലി പദം വന്നിട്ടും നിങ്ങൾ എന്താ മുതലാളി നന്നാവാത്തത്? ആദ്യം സ്വയം നന്നാവ്, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ ഇറങ്ങ്. പ്രാസം വച്ചുള്ള നിന്റെ വർത്താനമൊക്കെ കൊള്ളാം. പക്ഷേ അതൊക്കെ ഈ പടിക്ക് പുറത്ത്. ഇറങ്ങടി പുറത്ത്. ഡി ഇറങ്ങാൻ. വിശ്വേട്ടാ, നീ മിണ്ടി പോവരുത്. നിന്നോട് ആര് പറഞ്ഞടി എവളെ വിളിച്ച കത്ത് കയറ്റാൻ? ഇത് അവളുടെ കൂടെ വീടല്ലേ? എന്ന് നീ പറഞ്ഞാ മതിയോ? പോരാ, ഹരി പറയണം. അവനല്ലേ ഇവിടെ താലിയിട്ട് ഇവിടെ കൊണ്ടുവന്നേ? ആ താലി അവൻ തന്നെ അഴിച്ചു കളഞ്ഞില്ലേ? കളഞ്ഞതല്ലോ, കളയിപ്പിച്ചതല്ലേ. രണ്ടു ഫലത്തിൽ ഒന്ന് തന്നെയാണല്ലോ. അതെങ്ങനെ ഒന്നാവും? അവൻ കൈകൊണ്ട് ആ താലി അഴിച്ചത്, മനസ്സുകൊണ്ടല്ല. എന്താ എല്ലാവരുടെ ഉദ്ദേശം? യൂണിയൻ ചേർന്ന് തന്നെ ആക്രമിക്കാനാണോ? അതിനാണോ പടിയടിച്ച് പിണ്ടം വെച്ചവളെ വീണ്ടും വിളിച്ച് അകത്ത് കയറ്റിയത്? ഞാൻ വന്നത് ആരെ ആക്രമിക്കാനല്ല, ഹരിയെ കാണാനാ. കാണാതെ ഞാൻ പോവില്ല. നീ എന്തിനാണ് എന്നെ കാണുന്നത്? ആവശ്യമുണ്ട്. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. അവന് നിന്നോട് സംസാരിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? പക്ഷെ എനിക്ക് സംസാരിക്കണം. സംസാരിച്ചിട്ട് ഞാൻ പോവൂ. ആഹാ, എങ്കിലും ഒന്ന് കാണലോടി. എന്താ എന്താ ഉദ്ദേശം? നിനക്ക് ഇവിടെ തല്ലണോ? എന്നാ തല്ലടാ, ഞങ്ങളൊന്ന് കാണട്ടെ. കാവേരി, നീ അകത്ത് പോ. ഇല്ല വിശ്വേട്ടാ, ഞാൻ പോവില്ല. ആരൊക്കെ പടിയടിച്ച് പിണ്ടം വെച്ചാലും ജനനി ഇപ്പോഴും ഞങ്ങളിൽ ഒരുവളാ. അവളെ ഞങ്ങളുടെ മുന്നിലിട്ട് ആരെങ്കിലും ഉപദ്രവിച്ചാ ഞങ്ങൾക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല. വേണ്ട, എനിക്ക് വേണ്ടി ആരും വഴക്കുണ്ടാക്കണ്ട. എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ പോയിക്കോളാം. പ്രശ്നം തീർന്നില്ലേ? പക്ഷേ ഹരി പറയട്ടെ. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. സംസാരിക്കുന്ന പോയിട്ട് എനിക്ക് നിന്നെ കാണുന്ന പോലും ഇഷ്ടമല്ല.